ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ 100 ഡേയ്സ് ചലഞ്ചിലെ ഡേ 21 ഇന്ന് റിവിഷൻ ഡേ ആണ്. നമ്മൾ മോക്ക് ടെസ്റ്റാണ് നടത്താൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ റിവിഷൻ മോക്ക് ടെസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ലോക ചരിത്രമാണ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഈ ആഴ്ചയിൽ പഠിച്ചു തീർത്തത്. അപ്പോൾ അതിൻ്റെ ഒരു മോക്ക് ടെസ്റ്റാണ്. 40 ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ ഓപ്ഷൻ ഉൾപ്പെടുത്തുന്നില്ല. പലരും നമ്മളടുത്ത് പറഞ്ഞു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുവെന്ന്. പക്ഷേ നമ്മൾ ഓപ്ഷൻ ഇല്ലാതെ ആൻസർ എഴുതി പഠിച്ചാലാണ് ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പഠിച്ച നമ്മുടെ മെമ്മറീനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് ഈ മോക്ക് ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓർമ്മ കിട്ടുന്നില്ലെങ്കിൽ ആ ഭാഗങ്ങളൊന്നും കൂടെ പഠിക്കാനും ഓർമ്മിക്കാനൊക്കെ സാധിക്കുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മോക്ക് ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ ഇന്ന് ലോക ചരിത്രമാണ്. 40 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ ഓരോന്നും ഒരു 10 സെക്കൻഡ് വീതമാണ് ആ ഓരോ പേജുകൾ ഇതിൽ കാണുക. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടുതൽ സമയം വേണമെന്നുണ്ടെങ്കിൽ ആ പേജുകളൊന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ആൻസർ എഴുതാൻ ശ്രമിക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ വായിക്കുന്നില്ല, ഇതിൽ ഓൾറെഡി ഓരോ പേജുകളിൽ വരും. അപ്പോൾ എല്ലാവരും എഴുതിയിട്ട് നിങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതിൽ അടിയിൽ രേഖപ്പെടുത്താം കമൻറ്റായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മോക്ക് ടെസ്റ്റ് എങ്ങനെ ഇഷ്ടപ്പെട്ടോ എന്നുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്താം. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തോളൂ. ഇപ്പോൾ 40 ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരങ്ങൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പം ഇനി ആൻസർ കീ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ആൻസർ കീ നോക്കിയിട്ട് അത് ടിക്ക് ഇടുക, മാർക്ക് നോക്കുക. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ നമ്മൾ ഉൾപ്പെടുത്താത്ത, അതായത് നമ്മുടെ നോട്ടിൽ നമ്മുടെ ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്താത്ത പല പുതിയ ചോദ്യങ്ങൾ ഇതിലുണ്ടാവാം. അങ്ങനെ പുതിയതായിട്ട് തോന്നുന്ന ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് രേഖപ്പെടുത്തി വെക്കുകയും വേണം കേട്ടോ നോട്ടായിട്ട്. അപ്പോൾ ആൻസർ കീ എല്ലാവരും നോക്കുക, മാർക്കുകൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.